UAE രസകരമായ എങ്കിലും ചിന്തോദ്ദീപകമായ ഒരു സർവേ നടത്തുന്നുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. ഈ ലേറ്റസ്റ്റ് ആയിട്ടാണ് അതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് UAE ഏറ്റവും ലീസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഏതാണ്, പറഞ്ഞു വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കാത്ത ജോലിയിലുള്ള ഏത് ജോലിക്കാരാണ് എന്നുള്ളതായിരുന്നു ആ സർവേയിൽ. 1, 2, 3, 4 സ്ഥാനങ്ങൾ അവർ പ്രഖ്യാപിച്ചപ്പോൾ ഈ വർഷം പുതിയൊരു ഐറ്റം കൂടി, ഒരു പ്രൊഫഷൻ കൂടി അതിൽ ചേർന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസ്, ക്രെഡിറ്റ് കാർഡിന്റെ കമ്പനികളിൽ നിന്ന് ഇഷ്ടംപോലെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് തീരെ ട്രസ്റ്റ് ലെവലല്ലാത്ത ബുദ്ധിമുട്ടുന്ന രീതിയിലേക്ക് നമ്മൾ വരാറുണ്ട്. സ്വാഭാവികമാണ്, നമുക്കറിയാം. രണ്ടാമത്തത് ടെലിമാർക്കറ്റേഴ്സും ഇതേപോലെ തന്നെയാണ്. മൂന്നാമത്തെ അവർ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഏജൻസീസ് ആണ്. നമുക്ക് എന്ത് വേണ്ടാന്ന് 100 പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും വിളിച്ച് അതൊരിക്കലും ട്രസ്റ്റ് ചെയ്യപ്പെടാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പുതിയതായിട്ട് വന്നൊരു ഐറ്റം ഉണ്ട്. അത് ആരാന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇൻഫ്ലുവൻസേഴ്സിനെ ഇപ്പം വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള നിലക്കാണ് ആളുകൾ പറയുന്നത്. അത് ആയിരക്കണക്കിന് ആൾക്കാരുടെ നടത്തിയ സർവേയുടെ അഭിപ്രായ പ്രകാരമാണ് ഇങ്ങനൊരു സംഭവം അവർ പറഞ്ഞിരിക്കുന്നത്. വേഴ്സ്റ്റ് റെപ്യൂട്ടേഷൻ ഇൻ ദ UAE എന്നുള്ള ഒരു കാറ്റഗറി വെച്ചിട്ടാണ് ഈ ഒരു സർവേ നടത്തപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഞാനൊരു പ്രാവശ്യം പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് വേണ്ടിയിട്ട് ഗൾഫ് ന്യൂസ് എന്നുള്ള വലിയൊരു പത്രത്തിന്റെ ഒരു എക്സിബിഷനിൽ വെച്ചിട്ട് അതിന്റെ ഒരു മാർക്കറ്റിംഗ് പാർട്ണർ ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ വൈറലായി. ഒരുപാട് ആൾക്കാർ എന്നിട്ട് ആ കമ്പനിയിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, കാശ് കൊടുത്തു. പക്ഷേ പലർക്കും ഈ റിക്രൂട്ട്മെന്റ് കമ്പനി വിസ കൊടുത്തില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല പെടലായിരുന്നു ഞാൻ പെട്ടത്. അങ്ങനെ കുറേ ആൾക്കൊക്കെ റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു. കുറേ ആൾക്കൊക്കെ വിസ കൊടുക്കാൻ ഇനിയും കാലതാമസം പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീലിനൊക്കെ ഏർപ്പെടുത്തി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും റിമൂവ് ചെയ്തു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും അവിടെ പോകുന്നെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നും പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഇനി ആ കമ്പനിയിൽ ആരെങ്കിലും വിസ എടുക്കാനോ കാശ് കൊടുക്കാനോ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ അന്വേഷിച്ച് മാത്രം ചെയ്യാന്നുള്ളതാണ്. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പരിധി വരെ മാത്രമേ ഈ ഇൻഫ്ലുവൻസേഴ്സിനും ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടൊരു കമ്പനിയെ കുറിച്ച് പറയാൻ പറ്റില്ല. പോസിറ്റീവായിട്ട് പറഞ്ഞാലോ ആ കമ്പനി ചെയ്യുന്ന സർവീസിലോ അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റിലോ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആ ഉത്തരവാദിത്തം എങ്ങനെ ഏറ്റെടുക്കുന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞു തരിക. കാരണം നമ്മൾ ഏതെങ്കിലും അവരുടെ ഒരു കമ്പനിയിൽ വെച്ചിട്ടോ ഒരു ഷോപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അവർ ഇത്രയും വർഷം അറിയുന്നത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പം സ്വാഭാവികമായിട്ടും ആ വീഡിയോയിൽ പറയുന്ന രീതിയിലുള്ള ഓഫറുകളോ അല്ലെങ്കിൽ ആ പറയുന്ന രീതിയിലുള്ള സർവീസോ ഈ കമ്പനിക്ക് കൊടുക്കാതെ വന്നാൽ അതിന് ഇൻഫ്ലുവൻസർമാർ എങ്ങനെ ഉത്തരവാദിയാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതൊരു പരിധി വരെ നമുക്ക് പറയാം, ഓക്കെ ഇനി നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, നമ്മളത് കൊളാബ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഡിലീറ്റ് ചെയ്യാം. ഞാൻ പക്ഷേ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ഒരു വർഷം നന്നായിട്ട് വിയർപ്പൊഴുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി അവിടെ ഒരു 4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു വക്കീലിന് ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ആളുകൾ വിളിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഇനിയും കാശ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമുക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ രാജ്യത്ത് നിന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായാലും ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പെട്ടതുപോലെ നിങ്ങളും പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും ഒരുപാട് ആളുകളെ സഹായിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. ആ സഹായത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പലതും പല രീതിയിലും വന്നു പോകാം. അത് ആർക്കും ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരാളും ഇത് ചെയ്യുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും സംഭവിച്ചതൊക്കെ നല്ലതിനാവട്ടെ, ഇനി സംഭവിക്കാതിരിക്കുന്നതും നല്ലതിനാവട്ടെ. മുനീർ അൽ വഫ.